ഇവരെങ്ങനെയാണ് ഈ മീനിനെ പിടിക്കുന്നത്, ഏത് വഞ്ചിയിലാണ്, എങ്ങനത്തെ വഞ്ചിയിലായിരിക്കും ഇവർ പോവുക, ഇവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ മണിച്ചേട്ടൻ എത്തി നമ്മുടെ കൂടെ. നമുക്ക് പതുക്കെ ഇറങ്ങാം. അപ്പോൾ ശരി കൂടിയിട്ട് വേണം നമ്മൾ പോവാൻ. നമ്മളിപ്പോൾ എൻട്രി റൂമിലേക്ക് പോവാണ്. പോക്കറ്റ് കേരളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് ഇന്നിപ്പോ സമയം 2:56 3 മണിക്ക് എത്തണമെന്നാണ് പറഞ്ഞിരുന്നത്. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കുറെ മീൻ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും, മീൻ പിടിക്കുന്ന വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഇന്ന് മാർക്കറ്റിൽ പോകുമ്പോൾ നമ്മൾ മേടിച്ച് കഴിക്കാൻ നമുക്ക് വളരെ എളുപ്പമായിരിക്കും ഈ പറഞ്ഞ സംഭവം. ഇവരെങ്ങനെയാണ് ഈ മീനിനെ പിടിക്കുന്നത്, ഏത് വഞ്ചിയിലാണ്, എങ്ങനത്തെ വഞ്ചിയിലായിരിക്കും ഇവർ പോവുക, ഇവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു, ഓക്കെ ഇവര് വഞ്ചീൻ്റെ അവിടെ നമുക്ക് ഡയറക്റ്റ് കയറാം. നമ്മുടെ ഒരു ബ്രദറുണ്ട്, നിതിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രദറുണ്ട്. പുള്ളിയാണ് ഇത് ഫുൾ റെഡിയാക്കി തന്നത് എനിക്ക്. എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ, ഇവര് രാവിലെ ആവുമ്പോഴത്തേക്കും ഇവരുടെ ഗ്രൂപ്പ് എല്ലാം ഞാറക്കലിൽ നിന്ന് ഒരു പ്രൈവറ്റ് അവരുടെ ഒരു ബസ്സുണ്ട്. എല്ലാവരും മീൻപിടുത്തക്കാര് മാത്രം പോകുന്നൊരു ബസ്സുണ്ട്. അപ്പൊ ഈ ബസ്സിൽ നിന്ന് തന്നെയുള്ള ഇവരുടെ ഡേ, അവര് സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് എൻഡ് വരെ ഉള്ള ഒരു സെറ്റപ്പാണ്, ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിട്ടിരിക്കുന്നത്. ലെറ്റ്സ് സീ. ഓരോ പ്രാവശ്യം നമ്മൾ ലെറ്റ്സ് സീ എന്ന് പറയും, എന്തെങ്കിലും ഇതേപോലത്തെ സൂപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. സോ അതാണ് ഞാനത് ഇംഗ്ലീഷിൽ പറഞ്ഞ ജിങ്സിങ് എന്നാണ്. ഞാൻ പറഞ്ഞാൽ ജിങ്സ് ചെയ്യിപ്പിക്കുന്നില്ല. യു നോ വാട്ട് ഐ മീൻ. I'm really excited about this particular content. കാരണം ഒരു ക്രൂസ് ഷിപ്പില് ഒരു പാർട്ടി ഉണ്ടായിരുന്നു. One of the best parties I've ever attended, right? Very beautiful. അപ്പോൾ അവര് ഇതുപോലെ നമ്മൾ ഹാർബറിൽ നിന്ന് പിക്ക് ചെയ്യുന്നു, അവിടെ നമ്മൾ ഇങ്ങനെ പോകുന്നു, അങ്ങനെ ഒക്കെ. പക്ഷെ അത് ഒരു പാർട്ടി മൂഡാണല്ലോ. ഇത് അതല്ല, ഇത് കംപ്ലീറ്റ്ലി പോക്കറ്റ് കേരള മൂഡാണ്. കേരളം ശരിക്കും എന്താണെന്നുള്ളത് നമുക്ക്, അതായത് നമ്മുടെ ഈ മീൻപിടുത്തക്കാര് എങ്ങനെയാണ് ഇവരുടെ ജീവിതം എന്നുള്ളതും എന്തൊക്കെയാണ് ഇവര് ചെയ്യുന്നതെന്നുള്ളതും ഒക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഇന്ന് ഇത് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിതിൻ ബ്രോ ഇന്നലെ പറഞ്ഞൊരു സംഭവം വെച്ചാൽ, നമ്മുടെ ഇപ്പൊ ഓരോ തൊഴിലിലും ഓരോ വ്യത്യസ്തമായ ഓരോ കൾച്ചേഴ്സ് കാണല്ലോ. അപ്പോ പുള്ളി എന്നോട് കുറച്ച് ഡിസ്ക്ലെയിമേഴ്സ് ഒക്കെ എനിക്ക് തന്നു. ഇതുപോലെ ഇങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ അന്തോണി, ഇങ്ങനെയൊക്കെ ആയിരിക്കും സംഭവങ്ങൾ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിനിപ്പോ എന്താ, ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് വി വാണ്ട് അല്ലേ. നമ്മള് ഫേക്ക് ആയിട്ടുള്ള റിയാക്ഷൻസും ഫേക്ക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് വെച്ച് പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ജെന്യൂനിറ്റി ഫീൽ ചെയ്യില്ല. അതായത് എന്നോട് പറഞ്ഞ കണ്ണെത്താ ദൂരത്ത് കരയില്ല എന്നുള്ളതാണ്. അമേസിങ് അല്ലേ. സോ ലെറ്റ്സ് ഗോ, ലെറ്റ്സ് സീ. മാക്സിമം പ്രാർത്ഥിച്ചോളൂ ഇതുപോലെ മീൻ കിട്ടണേ എന്നുള്ളത്. മീൻ പിടുത്തക്കാർ എപ്പോഴും മീൻ പിടിക്കാൻ പോകുമ്പോഴത്തേക്കും ഫുള്ള് മീനായിട്ടല്ല അവർ വരുന്നത്. ചില സമയത്ത് ഒരു മീൻ പോലും കിട്ടാതെ തിരിച്ചു വരുന്ന സാഹചര്യങ്ങൾ പോലും ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പൊ ഇവിടെ വല്ലാർപാട് എത്തി നമ്മള്. ചെറിയൊരു പ്രാർത്ഥന, കുട്ടി പ്രാർത്ഥന. ഇന്ന് ഓടുന്ന 2 വഞ്ചികളാണ്. വഞ്ചി എന്ന് വിളിക്കാൻ പറ്റില്ല, അത് ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു സംഭവം പോകുന്നത്. അപ്പൊ ഇത് എങ്ങനെ ഇരിക്കും പോട്ടാ. ഏകദേശം ഈ ഒരു ഏരിയയില് ആണ് ഈ വഞ്ചി. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് ഞാറക്കൽ പോവാം. ഈ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ബോബി ചേട്ടന്റെ ടോഡി ഷോപ്പിന്റെ അടുത്തായിട്ട് വരും ഈ പറയുന്ന സംഭവം. നമുക്ക് വിളിച്ചു വയ്ക്കാം മണിച്ചേട്ടനെ. എന്ത് പറയുന്നു? അതാണ് സംഭവം. ഭാഗ്യമാല ഫിഷിംഗ് ഷിപ്പ് ഓഫീസ്, അതാണ് എഴുതിയിരിക്കുന്നത്. ഞാനത് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ റിയൽ ടൈമിൽ എന്റെ കൂടെ അത് വായിച്ചു എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രധാനപ്പെട്ട സംഭവം. എത്ര മണിക്ക് വരും എന്നുള്ള പറയാൻ പറ്റില്ല എന്ന് എന്നോട് പറഞ്ഞു. ഒരു പ്രാർത്ഥനയും പ്രാർത്ഥിച്ചിട്ട് നമുക്ക് നേരെ കടലമ്മയുടെ അടുത്ത് ചെല്ലാം. എന്ത് പറയുന്നു? കുറെ ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇവിടെ വെച്ചിട്ടുണ്ട് ഇവര്. എങ്ങനത്തെ ബോട്ടാന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫോട്ടോ പോലും കണ്ടിട്ടില്ല കേട്ടോ. സോ ചന്ദ്രൻ കാണണം നമുക്ക് ഈ സമയത്ത്.
ബ്യൂട്ടിഫുൾ സീൻ. ഐ ഷോ യു എ ഷോട്ട്. ഇതാണ് ഇവരുടെ ഓഫീസും ഇവരുടെ സെറ്റപ്പും. ഈ ഒരു സമയത്ത് ഒരാൾ പോലും ഇവിടെ ഇല്ല കേട്ടോ. എല്ലാവരും കൃത്യനിഷ്ഠത പാലിക്കുന്ന ആൾക്കാരായത് കാരണം ഇവർ കറക്റ്റ് സമയത്ത് തന്നെ ഇവിടെ എത്തുന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മണിച്ചേട്ടൻ എത്തി നമ്മുടെ കൂടെ. മണിച്ചേട്ടൻ നമസ്കാരം. എന്തൊക്കെയുണ്ട്? സുഖം? ഞാനിവിടെ ഞാൻ ഇതുവരെ പോയിട്ടില്ലല്ലേ. ചുരുക്കിന്റെ ഇതൊന്നും ഉണ്ടാവില്ല. അതിന് ഞാൻ മരുന്ന് മേടിച്ചിട്ടുണ്ട്. ഇതെല്ലാം മുൻകൂട്ടി കണ്ടു. പക്ഷെ അങ്ങനെ പൊതുവെ എനിക്ക് അങ്ങനെ ഇല്ലാത്തതാണ്. എൻ്റെ കുറച്ചുകൂടെ അയൽവക്കക്കാരെല്ലാവരും പറഞ്ഞതുപോലെ നിന്നാണ് മുൻകൂട്ടി കണ്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ വാള് തുടങ്ങിയാൽ പിന്നെ പ്രശ്നമാവും എന്നോട് പറഞ്ഞു. അപ്പോൾ നമ്മൾ മെമ്പേഴ്സ് കുറെ എക്സ്ട്രാ വരുന്നുണ്ട്. നമസ്കാരം ചേട്ടാ. ആവൂല്ലേ? അപ്പോൾ ഇനി നെക്സ്റ്റ് ഷോട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഓരോ ആൾക്കാരെയും പിക്ക് ചെയ്താണ് പോണ വഴിക്കാണ്. നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാല്. നല്ല അയ്യപ്പൻ്റെ പാട്ടും അങ്ങനെയൊക്കെ. നമസ്കാരം ചേട്ടാ. അന്തോണി. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാനൊന്നും കൂടെ ഉണ്ടാവും നിങ്ങളുടെ കൂടെ. പേര് അന്തോണി. ഓക്കെ. ചേട്ടാ നമസ്കാരം. എന്താ സ്പെഷ്യൽ എന്താണെന്ന്? നമസ്കാരം ചേട്ടാ. പുട്ട്. അപ്പൊ ഇത് രാവിലത്തെ ഫുഡ് പുട്ട്. അപ്പോ അടിപൊളി. അപ്പൊ അതാണ് വേണ്ടത്. വേറെ രണ്ടാമത്തെ വെള്ളത്തിൽ കയറാനുള്ള പുട്ടും എന്തായിരുന്നു? പുട്ട്, കറി, പപ്പടം. ചേട്ടാ നമസ്കാരം. രണ്ടാം കൂടെ ഒന്ന്. നമസ്കാരം. പേരന്തോണി. പേരന്തോണി. അതെ. ചേട്ടാ നമസ്കാരം. എൻ്റെ പേര് അന്തോണി. വേണോ? അപ്പോൾ ഇതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെയും മെയിൻ ഇതാണെന്ന് എന്നോട് പറഞ്ഞ് അറിയിച്ചായിരുന്നു. പരിചയപ്പെടാൻ സന്തോഷം. ഞാൻ ഉണ്ടാവുന്നും കൂടെ. രാവിലെ കുറച്ച് പുട്ടും ഇതൊക്കെ അടിക്കണമല്ലോ. അതാണ് ഇപ്പം നമുക്ക് പതുക്കെ ഇറങ്ങാം. അപ്പോൾ ശരിക്കും ഊരിയിട്ട് വേണം നമ്മൾ പോവാൻ. നമുക്ക് ശരിക്കും ഊരിട്ട് തന്നെ പോവാം. ഓക്കെ. എല്ലാവരും ഇറങ്ങിയിട്ട് നമുക്ക് ലാസ്റ്റ് ഇറങ്ങാം. അവിടെ എത്തിയിട്ട് ഞാൻ വേറൊരു ഷോട്ട് എടുക്കണം. അതൊക്കെ എന്ത് പ്രശ്നം? അതൊന്നും ഒരു പ്രശ്നമേ അല്ല. അന്ന് സംഭവം ശരിക്കും അത് ഭാഗ്യത്തിന്റെ ഒരു ഇതാണോ അല്ലെങ്കിൽ അതിനോട് നേരത്തെ പറഞ്ഞായിരുന്നു. നമ്മുടെ വഞ്ചി നമ്മൾ തപ്പി നിൽക്കുവാണ്. മലച്ചേട്ടൻ വിട്ട് ഞാനാണെങ്കിൽ ഓക്കെ. നമ്മുടെ വഞ്ചി നമുക്ക് കിട്ടിയ കറക്റ്റ് മുമ്പിൽ തന്നെ ഉള്ള വഞ്ചിയാണ്. അപ്പോൾ വീട് എവിടെയാണ്? എൻ്റെ തൈക്കുടം. തൈക്കുടം. അതെ. ആ വണ്ടിക്ക് വന്നു. ഓക്കെ. പിന്നെ സെറ്റപ്പ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഇവിടെ എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ ചേട്ടൻ നടക്കുന്ന പോലെ തന്നെ നടക്കാം. ഓക്കെ. എല്ലാം കൂടെ അങ്ങനെ കൂട്ടിക്കെട്ടിയിരുന്നാണല്ലേ. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ടുണ്ടാവില്ലെന്ന് എനിക്കറിയില്ല. ബട്ട് ഇതെനിക്കൊരു ന്യൂ എക്സ്പീരിയൻസ് ആണ് എന്തായാലും അല്ലേ. അപ്പോൾ അയ്യപ്പൻ്റെ പാട്ടൊക്കെ കേട്ട് ഫുൾ ഡിവോഷൻ സോങ്സ് ഒക്കെ കേട്ട് ഇതാണ് ഭാഗ്യമാൻ. ഓക്കെ. നമ്മളപ്പോൾ നമ്മുടെ അടുത്തല കയറണ്ട. ഓക്കെ. നമുക്ക് ഞാൻ പറഞ്ഞു 2 വഞ്ചുള്ള കാരണം നമുക്ക് രണ്ടാമത്തേൽ കയറാം. ചേട്ടാ ഓക്കെ. അപ്പോൾ പോയി കഴിഞ്ഞാലേ കാണുള്ളൂ നമ്മൾ. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നന്ദി. പോയിട്ട് വരാം. ഇതാണ് സ്ഥലം. ഓക്കെ. അപ്പൊ അങ്ങോട്ട് നോക്കിയാൽ അവിടെ ഇതാണ് ഭാഗ്യമാലയുടെ ഫ്രണ്ട് ഭാഗം. ബാക്ക് തിരിഞ്ഞ
എന്നാണ് ഇവിടെ സംഭവം. പിന്നെ ലൈറ്റിൻ്റെ ആവശ്യം കുറച്ച് വരുമ്പോഴത്തേക്കും വരില്ല. ഏകദേശം ഒരു 5 മണിക്ക് ഒരു 10 മിനിറ്റ് സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സൺറൈസും പിടിക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് പുട്ട്, ഉച്ചയ്ക്ക് നല്ല മീൻകറി അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെ നല്ല സ്പോട്ടൊക്കെ കാണിച്ചു തരാം ഫുള്ള്. ഇതാണ് നമ്മുടെ ഇതല്ലേ മണിച്ചേട്ടാ. വേറൊരു സ്പോട്ടും വേറെ സംഭവം കാണിച്ചത്. അപ്പം അങ്ങ് വരെ ശരിക്കും പറഞ്ഞാൽ ബോട്ടിലിട്ടിരിക്കുകയാണ്. അപ്പം നേരെ ഒന്ന് ഫ്രണ്ട് പിടിക്കാം. എങ്ങനെയുണ്ട്? സോ ഫ്രണ്ടിൽ ഇതിൻ്റെ വ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാമല്ലോ എങ്ങനെയുണ്ടെന്നുള്ള. അപ്പോൾ നമ്മൾ ബാക്കിലുള്ള സെറ്റപ്പ് മറ്റേ ഫുൾ വലകളും കാര്യങ്ങളും ഇതിന് വേണ്ടിയിട്ടുള്ള ബാക്കിലോട്ട് ഒന്നോളം പറഞ്ഞു. ചേട്ടാ നമ്മൾ ബാക്കിലുണ്ട്. ചേട്ടാ സുഖല്ലേ? അവിടെ കിച്ചണുണ്ട് ബാക്കിൽ അവിടെ. ഓക്കെ ഏതാ ചായ ചായയും കിട്ടുന്നത്. ചായ ഒക്കെ കുടിക്കാൻ എല്ലാവർക്കും ഒരുമിച്ച് കുടിക്കാം. അതെ എല്ലാവർക്കും ഒരുമിച്ച് കുടിക്കാൻ ചായ. ഞാനാണെങ്കിൽ രാവിലെ ആകെ ഒരു കാപ്പിയിലിരിക്കുകയാണ്. ഓക്കെ അപ്പൊ നമ്മള് ബോട്ടിൽ എക്സാക്ട് പുറകിലൊന്നുണ്ട്. നമസ്കാരം. ഇവിടെ കൂടെ ഉണ്ടാവുന്ന ഓക്കെ അങ്ങനെ എവിടെയാണ് നമ്മളുള്ളതെന്ന് കാണിച്ചു തരാം. സ്വിച്ച് ഓഫ് ലൈറ്റ്സ്. അപ്പോൾ നമ്മുടെ ചായ ഇവിടെ നിന്നായിരിക്കും വരുന്നത്. കുട്ടി കിച്ചൺ സെറ്റപ്പ് അടുപ്പിച്ചെന്ന് പറഞ്ഞാല് വെള്ളം ഇവിടെ കെട്ടണം. ഇവിടെ കെട്ടിയിട്ടുള്ളൂ വെള്ളം പണി കഴിഞ്ഞ് വന്നിട്ട്. അപ്പൊ ഇവിടെ കെട്ടിയിട്ടിട്ട് അപ്പൊ അതായത് ഇന്ന ആൾക്ക് ഇന്ന സ്ഥലം ഒന്നും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയില്ല. ആദ്യം വന്നവർക്ക് ആദ്യം ഒന്ന് പാർക്ക് ചെയ്യാം. അടിപൊളി. അതും പുതിയ ഇൻഫർമേഷൻ ആണ്. ഇതിന്ന് മീൻ പിടിച്ചിട്ട് അപ്പൊ ഇവിടെ നമ്മൾ മീൻ പിടിക്കും. എന്നിട്ട് നമ്മുടെ ഈ ഭാഗ്യമാലയില് ഇങ്ങോട്ട് കൊണ്ടുവരും. അങ്ങനെയാണ് സംഭവം. ഓക്കേ എല്ലാവർക്കും ഒരു നമസ്കാരം. നമ്മൾ എഞ്ചിനൊക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. പിടിച്ചിരിക്കുകയാണ് ഞാൻ. എല്ലാവരും നല്ല സപ്പോർട്ടാട്ടോ. നമ്മുടെ ടീം മെമ്പേഴ്സ് എല്ലാവരും അടിപൊളി സപ്പോർട്ടാണ്. ഒന്നും പറയാനില്ല. അത് പതുക്കെ ഇറങ്ങുവാ. ബോട്ട് റിവേഴ്സ് ഗിയർ എടുത്തു. അടിപൊളി പാട്ടാണ്. നമസ്കാരം. ഭാഗ്യമാലന്റെ വേറെ പിന്നല്ലാതെ അവിടെ ഫുഡ് കൈമാറിയിട്ടുണ്ട്. ആ നീലമകൽ പറഞ്ഞ കേട്ടില്ല. വെള്ളം കുടിക്കണ വെള്ളമായിരുന്നു. നേരത്തെ തന്നെ റെഡിയാകാം. ഞാനും ഇരിക്കാൻ താഴെ. ഓക്കെ അങ്ങനെയാണ്. ഓക്കെ നമുക്ക് അങ്ങനെ പറിച്ചിട്ട് പോവാം. അപ്പോൾ നമ്മൾ പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു പള്ളിയിലൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പോകുന്നുള്ളൂ. പ്രാർത്ഥന പ്രാർത്ഥിച്ചു എല്ലാവരും. ആ കാണുന്നതാണ് പള്ളി കേട്ടോ. കൊച്ചിയാറ്. ചായന്റെ ഇതാണ് വേണ്ടല്ലേ.
കരയാമ്പൂന്റെ ഏലക്കായന്റെ മണം വന്ന് കിട്ടി. ചായന്റെ ചേട്ടാ ചായ ഉണ്ടാക്കുന്ന ഷോട്ട്, എൻജിൻ റൂം ചായ. നല്ല ഏലക്കായന്റെ മണം ഉണ്ടല്ലേ? ഏലക്കായന്റെ മണം അത് അവിടെ കിട്ടി. ഏലക്കായന്റെ മണം കിട്ടുമ്പോഴത്തേക്ക് ഓക്കെ ചായ റെഡി. ഇതാണ് എൻജിൻ അല്ലേ? ചേട്ടൻ അമ്പമ്പോ ചായ ചായ എടുക്കാൻ ചായ പിന്നെ വേണമല്ലോ. ചായ വേണമെന്ന് ചോദിക്കും. ചായ ഉറപ്പായിട്ടും കട്ടൻ ചായ എല്ലാവർക്കും cheers. അടിപൊളി. നമ്മുടെ മോർണിംഗ് ഉണ്ട്. എല്ലാവരും കുക്കും കടലാണ്. കറക്റ്റ് സാധനം അടിപൊളി. ആ ഏലക്കായൻ്റെ ടേസ്റ്റ് സൂപ്പറാണ്. അപ്പോൾ ഈ ചായയൊക്കെ കുടിച്ചിട്ട് അടുത്ത ഷോട്ട് എടുക്കാം. പപ്പടം നമ്മളിപ്പോ എൻജിൻ റൂമിലേക്ക് പോവാണ്. വീട്ടിലേക്ക് ഓക്കെ എൻജിൻ റൂം. ഇതിനകത്ത് 2 ഫ്യൂവൽ ടാങ്ക് ആണുള്ളത്. ആ എഞ്ചിനും കാണിച്ചൊന്നുമില്ല. ഈ ഫ്യൂവൽ ടാങ്ക് അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടാവും. അതായത് റിഡൻഡൻസി ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ്.